ജാതിയുടെ അഞ്ചാമത്തെ ദിവസത്തെ പര്യടന പരിപാടിയാണ് ഇന്ന് ആരംഭിക്കുന്നത്. ഉദ്ഘാടനം മുതൽ വളരെ വലിയ ജനകീയ മുന്നേറ്റം തന്നെ സൃഷ്ടിച്ചുകൊണ്ടാണ് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരമാകുമ്പോഴേക്ക് വയനാട് ജില്ലയിലേക്ക് പ്രവേശിക്കുക. അഭൂതപൂർവമായ ജനകീയ മുന്നേറ്റം ഈ ജാതിയുടെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ചില മാധ്യമങ്ങൾ ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട മുന്നേറ്റം തടയാൻ സാധിക്കുമോ എന്ന ധാരണയോടെ ചില വാർത്തകളൊക്കെ ആദ്യം പ്രസിദ്ധീകരിക്കാൻ ശ്രമിച്ചിരുന്നു. പിന്നീട് അവർ അത് പിന്മാറി. കാരണം ആർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു തരം ഒഴുക്കായിരുന്നു സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് ജനങ്ങളുടെ ഭാഗമായിട്ടുണ്ടായി. അത് കാണിക്കുന്നത് ഞങ്ങൾ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ രണ്ട് മുദ്രാവാക്യങ്ങളാണ്. ഒന്ന്, വർഗീയതയ്ക്കെതിരായ പ്രതിരോധം തീർക്കണം, വിശ്വാസികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് എന്നുള്ളതും. രണ്ട്, കേരളത്തിൻ്റെ വികസനം. അതിന് രണ്ട് ഭാഗങ്ങളാണ്. ഒന്ന്, നമുക്കറിയുന്നത് പോലെ പശ്ചാത്തല സൗകര്യ വികസനം. രണ്ട്, ഏറ്റവും പിന്നിൽ നിൽക്കുന്ന മനുഷ്യരെ ചേർത്ത് നിർത്തി കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ജീവിത വളരെ ശ്രദ്ധേയമായ രീതിയിൽ മുന്നോട്ടേക്ക് നയിക്കാനാവുന്ന തരത്തിലുള്ള വികസനം. ഈ രണ്ട് രീതിയാണ് ഞങ്ങൾ ഈ ജാതിയുടെ ഭാഗമായിട്ട് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികൾക്കും വലതുപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്നവർക്കും അവരുടെ വികസനം, അത് ഇന്ത്യയിലായാലും ലോകത്തെവിടെയായാലും വൻകിട കോർപ്പറേറ്റുകളുടെ വികസനമാണ്. അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഇടതുപക്ഷ നിലപാട് വെച്ചുകൊണ്ട് താഴെ തരത്തിലുള്ള ജനങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആരംഭിച്ച് മേലോട്ടേക്കാണ് ഞങ്ങളുടെ വികസനം കുതിപ്പ് കാണിക്കുന്നത്. ആ രീതിയിൽ വികസനത്തിൻ്റെ മുദ്രാവാക്യം ഞങ്ങൾ ഈ ജാതിയിൽ നല്ലതുപോലെ വിശദീകരിക്കുന്നുണ്ട്. ജാഥാംഗങ്ങളെല്ലാം അത് നല്ലതുപോലെ ജനങ്ങൾ ശ്രദ്ധിക്കുന്നും ഉണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഇപ്പോൾ ശബരി പാത ഏതാണ്ട് പ്രാവർത്തികമാകാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് ഇന്ന് മാധ്യമങ്ങളിൽ നൽകിയിട്ടുള്ളത്. ആ വാർത്ത നൽകിയിട്ടുള്ള ചില പത്രം 7 റെയിൽവേ കോറിഡോർ സംബന്ധിച്ചിടത്തോളം പറഞ്ഞപ്പോൾ ഒരു നയാ പൈസ പോലും ഈ 7 കോറിഡോറിനും വെച്ചിട്ടില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൻ്റെ പ്രത്യേകത ഏതാണ്? ഒരു നയാ പൈസ അതിനു വേണ്ടി മാറ്റി വെച്ചിട്ടില്ല. ഇന്ന് ഒരു പത്രം അതിൻ്റെ ഫ്രണ്ട് പേജിൽ 2 ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ശബരി പാതയുമായിട്ട് ബന്ധപ്പെട്ട് കേരള ഗവൺമെൻറ് പകുതി പണം കൊടുക്കണമെന്നാണ്, 50% സംസ്ഥാനം വഹിക്കണമെന്നാണ് കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം. 27 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം പാത യാഥാർത്ഥ്യമാകുന്നു എന്നാണ് ഇപ്പോൾ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷമായ വാർത്ത. അത് യാഥാർത്ഥ്യമാക്കുന്നതിന് 1900 കോടി ഉറുപ്പിക കേരള ഗവൺമെൻറ് ചിലവഴിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ 50% അതാണ്, 1900 കോടി. അപ്പോൾ ശബരി റെയിൽപാതയ്ക്ക് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 27 വർഷക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന 50% പണം നമ്മൾ കൊടുത്ത് 1900 കോടി വരുന്നത് അത് കിഫ്ബി വഴി കൊടുക്കാനാണ് ഇപ്പോൾ കേരള ഗവൺമെൻറ് തീരുമാനിച്ചത്. കിഫ്ബി വഴിയാണ് നാഷണൽ ഹൈവേക്ക് 5688 കോടി കൊടുത്തത് എന്ന് നിങ്ങൾക്കറിയാം. അതേപോലെ തന്നെയാണ് തീരദേശ ഹൈവേക്ക് വേണ്ടിയും മലയോര ഹൈവേക്ക് വേണ്ടിയും 10,000 കോടി ഉറുപ്പികയാണ് കിഫ്ബി അതിനു വേണ്ടിയും മുടക്കാൻ, നിക്ഷേപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ 1900 കോടി കിഫ്ബി വഴി കേരള ഗവൺമെൻറ്റിന് വേണ്ടി കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ശബരിപാത യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്നത്തെ
പത്രങ്ങളും ഇന്നലത്തെ വാർത്താ മാധ്യമങ്ങളാകെയും നന്നായിട്ട് അവതരിപ്പിച്ച ഒരു കാര്യം, നമ്മുടെ കേരളത്തിലെ ലെപ്സം ഗ്രാൻഡ് വാങ്ങുന്ന പാവപ്പെട്ട കുട്ടികളുടെ ഗ്രാൻഡ് തുക വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പട്ടിക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഈ ആനുകൂല്യം ഏതാണ്ട് 85 കോടിയോളം രൂപയുടെ ആനുകൂല്യമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ലഭിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ SC/ST പ്രൊമോട്ടർമാരുടെ വേതനത്തിലും 1000 രൂപ വർധനവുണ്ടാക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. പ്രീ പ്രൈമറി ആയമാരുടെ വേതനം 500 രൂപയും വിശ്വകർമ്മ പെൻഷൻ അവർ കുറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. 1600 രൂപയാണ് അവരുടെ പെൻഷൻ. അതിപ്പോഴും 2000 ഉറുപ്പിയായി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു നിലപാട് 28 സമുദായങ്ങളെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം. അപ്പോൾ OBC വിഭാഗത്തിൽ ഉൾപ്പെട്ടിരുന്ന ആളുകളാണെങ്കിലും ഇവർക്ക് വിദ്യാഭ്യാസ ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടിയാണ് അവരെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രീതിയിലുള്ള ആനുകൂല്യം ഈ 28 സമുദായത്തിൽപ്പെട്ട വിഭാഗങ്ങൾക്കും വളരെ ന്യൂനപക്ഷമായിട്ടുള്ള വിഭാഗങ്ങളാണ് പലതും, അവർക്ക് ലഭിക്കും എന്നുള്ളതാണ് അതിൻ്റെ നേട്ടം വന്ന രീതിയിൽ കാണാനാവുക.